എല്ലാവർക്കും ഇപ്പം ഇന്നത്തെ വിശേഷത്തേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ വിശേഷം വെച്ചാൽ 3:30-4 മണി ആയിരുന്നു കേട്ടോ. സമയം ഉച്ചയ്ക്ക് ശേഷമാണ്. 1 മണിക്ക് ഞാൻ വന്നിട്ട് ജോലി കഴിഞ്ഞിട്ട് അപ്പോൾ വന്ന് ചോറിന് കഴിയുമ്പോൾ കുറച്ച് നേരം ഒന്ന് കിടന്നു കേട്ടോ. കിടന്നു കഴിഞ്ഞത്തെ അവസ്ഥയാണ്. കിടന്നൊന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിൽക്കാൻ ഒരു മടിയാവില്ലേ. അപ്പോൾ ഞാൻ വേഗം ചായ വെച്ചിട്ട് അപ്പോൾ ഇതാ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. കുറച്ച് ചായക്ക് ഉണ്ട്. അപ്പം തന്നെ ഞാൻ ചായ ഇങ്ങോട്ട് കുടിച്ചാലുള്ളൂ ഇനി ഒരു ഉഷാറുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് നമുക്കിവിടെ ചക്കയൊന്നുമില്ലല്ലോ. അപ്പുറത്തെ വീട്ടിൽ നിന്ന് ശേഷം ചക്ക കിട്ടിയിട്ടുണ്ട്. ഇതുണ്ട് കൊണ്ടുവശം കിട്ടിയിട്ടുണ്ട്. ഇപ്പം എല്ലായിടത്തും പഴുക്കണ സീസണല്ലേ. അപ്പം ഇനിയിപ്പം പച്ച കിട്ടാനും പാടാക്കി പച്ചയാണ്. അപ്പം ഇനി രാജേട്ടനൊക്കെ കിടന്നു കേട്ടോ. അപ്പം ഞാൻ ഇവിടെയൊക്കെ നീക്കിയിട്ട് വേഗത്തിൽ കറി ഉണ്ടാക്കാം, ചക്കക്കൂട്ടാനുണ്ടാക്കാം. ചക്കക്കൂട്ടാനും കട്ടൻ ചായയും. അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചതാണ്. അതിന് വേഗം ഞാൻ ഗ്ലാസ് ചായ ഉണ്ട്, ചായ കുടിക്കട്ടാണ്. ചായ ഇവർക്കൊന്നും വേണ്ട കേട്ടോ. നമ്മളൊന്നും വലിയ ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇതാണ്. ഇങ്ങനെ ഉറങ്ങി നീച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു അഡിക്റ്റ് എന്നൊക്കെ പറയില്ലേ, കട്ടൻ ചായയുടെ അഡിക്റ്റ് ആയിട്ട് അത് കുടിച്ചാലുള്ളൂ പിന്നെ നമുക്ക് പണിയെടുക്കാനും ഉഷാറുണ്ടാവും. ഇന്ന് കുറച്ച് മഴയ്ക്കൊരു തക്കുണ്ട് കേട്ടോ. കാരണം ഉച്ചവരെയൊക്കെ ഉണ്ടാകും, രാവിലെ ഒന്നും ഉണ്ടാകും, നല്ല മഴയായിരുന്നു. രാജേട്ടനൊക്കെ പണിക്ക് പോയിട്ട് ഇതുപോലെ പോന്നു. മഴയപ്പോഴേ അവർ പണിക്കാർക്ക് കോലെടുത്ത മുതലാവണ്ടേ മുതലാളിമാർക്ക്. അപ്പോൾ പണിയില്ലാണ്ട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. കുറച്ച് നേരം രാവിലെ കുറച്ച് തക്കുണ്ടെങ്കിൽ പിന്നെ പണിക്ക് പോയ സുഖമായിട്ട് പിന്നെ നനയാൻ കുഴപ്പമില്ല. രാവിലെ തന്നെ നനയുമ്പോഴേ അവർക്കൊരു മടിയാണ്. നല്ല സ്ട്രോങ് കട്ടൻ ചായ കുടിക്കട്ടെ. ടൈലൊക്കെ പൊട്ടും നിലത്ത് ചോത്തിയാൽ. നല്ല ചോളയാണ് കേട്ടോ, നല്ല വലിയ ചോളയാണ്. നാളേക്ക് കൊടുക്കും. അപ്പോൾ നാളേക്കാണ് എടുത്തേക്കാൻ പറ്റില്ല. എനിക്ക് ചക്ക കിട്ടിക്കഴിഞ്ഞാൽ വിളിച്ചിട്ടാ രാത്രി ഒന്നും നോക്കില്ല കേട്ടോ. ഞാൻ അപ്പം ഇരുന്നുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കക്കൂട്ടാനും കഞ്ഞിയൊക്കെ. പക്ഷെ ഉച്ചയ്ക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ വന്നപ്പോഴേക്കും 1 മണി കഴിഞ്ഞു. അപ്പോൾ പിന്നെ അതൊന്നും ഉണ്ടാക്കാനൊന്നുമില്ല കേട്ടോ. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ചക്ക ഉണ്ടാക്കുമ്പോഴേ നമ്മുടെ ഈ ചക്കടല്ലേ, ഇനിയിപ്പോൾ ഒരുപാട് ചക്ക ഉണ്ടെങ്കിൽ അത് കുറച്ച് ഇതിൻ്റെ മടലെടുക്കും. ഈ ഒരു ഭാഗം കളഞ്ഞിട്ട് ഉണ്ടല്ലോ ഇങ്ങനെ കളയും. ചക്കേൻ്റെ മടലും ഈ കുറച്ച് ചകിണിയൊക്കെ അല്ലേ, ഇതിന് ചകിണി എന്ന് പറയും കേട്ടോ. ഇങ്ങനെ കുറച്ച് കൂട്ടും കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് കുരുവും കൂട്ടും. അപ്പോഴാണ് ആ ചക്ക കൂട്ടാനൊരു രസം ഉണ്ടാവും. അപ്പം എല്ലാവരും ചുള മാത്രം എടുത്തിട്ട് അയക്കുള്ളൂ. അന്ന് പിന്നെ ആൾക്കാരുണ്ടാവുമ്പോൾ തികയണ്ടേ വെച്ചിട്ട് ഇതൊക്കെ എടുത്തായിരുന്നു. പക്ഷെ എനിക്കിപ്പോഴും ആരും ചെയ്യില്ല കേട്ടോ. എടുക്കേണ്ട ആവശ്യമൊന്നും മതി. പക്ഷെ ഇതിൻ്റെ ഇത്രയും എടുക്കാം. അപ്പോഴാ ചക്കൂട്ടാനൊരു നല്ലൊരു കൊഴുപ്പ് ഇതോ കിട്ടുള്ളൂ. അത് ചക്കയുടെ മടലിങ്ങനെ കുത്തിയിരിക്കും. അപ്പം ആരും ഇങ്ങനെ എടുക്കണ കണ്ടിട്ടില്ല കേട്ടോ. അപ്പം എല്ലാവരും ചുളയും കുറച്ച് വേണമെങ്കിൽ 2 കുരുവിടും അത്ര തന്നെ ഉള്ളൂ. ഇതിങ്ങനെ എടുത്തിട്ട് ഞാനിതൊക്കെ ഉണ്ടാക്കണ കണ്ടിട്ടേ. അപ്പൂസൊക്കെ ആദ്യമായിട്ടല്ല ഇങ്ങനെ ചക്കക്കൂട്ടാൻ ഉണ്ടാക്കുമ്പോൾ അവർ കഴിക്കാൻ നേരെ കാണുള്ളൂ കേട്ടോ. ഉണ്ടാക്കണതൊന്നും അവർ കണ്ടിട്ടില്ലല്ലോ. അവർ ചോദിക്കുക ഇതൊക്കെ എന്താ ഇതൊക്കെ കൊത്തിയരിയണെന്ന്. നമ്മൾ ഇത്രയും മടൽ ഭാഗം എടുക്കും കേട്ടോ. ഇതിവിടെ വെച്ചിട്ട് ഇത് കണ്ടിട്ടേ പൊരിക്കുന്നുണ്ട്. ഈ സംഭവം ഉണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് കുറച്ച് കളയുക. മടലൊക്കെ ഒന്ന് നല്ലോണം ഒന്നും കൂടെ ചെറുതാക്കും. ഇങ്ങനെ വെക്കുമ്പോഴാണ് ആ ചക്കക്കൂട്ടാൻ്റെ രസം കിട്ടുക കേട്ടോ. ഒട്ടുണ്ടെന്ന് കുറച്ച് എണ്ണയൊക്കെ കഴിക്കാം. ഇങ്ങനെയൊക്കെ അത് മക്കൾ കാണുമ്പോൾ അവർക്ക് ഭ്രാന്ത് വരെ എന്തൊക്കെയാണ് എടുക്കണം അമ്മ വെച്ചിട്ട്. ഇതൊക്കെ ഇങ്ങനെ കളയും, പക്ഷെ എന്നാലും ഇത് കുറച്ചിങ്ങനെ എടുക്കുക. ഇതൊക്കെ എടുത്താലാണ് ചക്കയ്ക്ക് ആ രസം കിട്ടുക കൂട്ടാനിന്.
കുറേ ഒന്നും എടുക്കില്ല. അടുത്ത് പണ്ട് മുതലേ അങ്ങനെ ശീലിച്ചോണ്ടേ സത്യം പറഞ്ഞാൽ എനിക്ക് എന്താല്ല അന്നൊക്കെ തികയാത്ത വേറെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവുക തികയാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണ പണിയായിരിക്കും. പക്ഷെ അതങ്ങനെ രസമാണ്. എല്ലാത്തിൻ്റെയും എടുക്കണില്ല, കുറച്ച് മാത്രം. ചോളം അങ്ങനെ എടുത്തിട്ട് പിന്നെ അരിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ചക്ക ഉണ്ടല്ലോ അത്രയും ഉണ്ടാക്കിട്ടോ. ഇനി ചക്ക ഉണ്ടാക്കുമ്പോൾ ഞാൻ മടനെടുത്തു പറഞ്ഞില്ലേ, അതിൻ്റെ കൂടെ നമ്മുടെ കുരുവില്ലേ ചക്കക്കുരു, അതും കൂടെ നല്ല ശരിക്കും ചുരണ്ടിയിട്ടൊക്കെ ഇടുന്നു കേട്ടോ. നല്ല വഴുക്കൽ. അപ്പം ഞാനത് അങ്ങനെ ഇടുക. പണ്ടുള്ളവർ പറയും കേട്ടോ ചക്ക ഉണ്ടാക്കുമ്പോൾ കുരുട്ടില്ലെങ്കിൽ ചക്ക കരയുന്നൊക്കെ ഇത്ര പറയുക. കാരണം ഒരു കുട്ടീനെ പോലെ എൻ്റെ കൂടെ പറഞ്ഞു വിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നറിയും. പക്ഷെ അതൊന്നുള്ള സംഭവം കേട്ടോ. നമ്മളതിൽ ഉണ്ടാക്കി കൂടുതൽ കറി കിട്ടാൻ വേണ്ടി ചെയ്യണതാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ കുരു ഇങ്ങനെ അറിയാം അങ്ങനെ വഴുക്കണത്, ഇത് നല്ല വഴുക്കില്ല. അപ്പം അതിങ്ങനെ തൊലി കളയുമ്പോൾ പിടിച്ചാൽ കിട്ടണില്ല. അപ്പം ഇനിയിപ്പോൾ 4 ഇട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ അതിൽ ഇത് വേണ്ട, വിഷമം വേണ്ട ചക്കയ്ക്ക്. അപ്പം ഞാനൊരു 4 ഇട്ടു. ഞാനിത് കുറച്ചുള്ളൂ. അപ്പോൾ അത് വേഗം വൃത്തിയാക്കട്ടെ കേട്ടോ. ഈ ചക്കയൊക്കെ ഇങ്ങനെ നുറുക്കിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു കറക്കിയുള്ളത് അത് പാകമാണ്. കാരണം രാവിലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ വേണ്ടേ. കാരണം കുറേ വെച്ചാൽ നമ്മൾ കഞ്ഞിക്ക് കൊടുക്കുന്നത്. പിന്നെ രാത്രി ചോറിൻ്റെ കൂടെ ഒന്നും കഴിക്കണ്ടാവില്ല. അപ്പം നമുക്ക് നനഞ്ഞ അച്ഛനൊക്കെ നീക്കി ചായക്ക് കഴിക്കും. കുക്കറിലാകുമ്പോഴേ പെട്ടെന്ന് ആയി കിട്ടും. എല്ലാവരും ഉണ്ടാക്കണൊക്കെ തന്നെയാണ്. പക്ഷെ ഞാൻ ഇവിടെ എങ്ങനെയാട്ടോ വെക്കാറ്. മഞ്ഞപ്പൊടി ഇട്ടു, അതുപോലെ കുറച്ച് മുളക് പൊടി ഇങ്ങനെ കുറച്ചേ ഇടണുള്ളൂ. കാരണം കുരുമുളക് പൊടി കുറച്ചിടണം. ഉപ്പ് കല്ലുപ്പാടണം കേട്ടോ. നമ്മളെ കല്ലുപ്പില്ലേ, അപ്പോൾ വെള്ളം ഒഴിക്കും. വെള്ളം കുറച്ച് കൂടുതൽ ഒഴിക്കുക. അതെന്താ വെച്ചിട്ടാ ഒന്ന് കുറുകുമ്പോഴേ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുക. എന്നിട്ട് അത് നമ്മൾ ഒറ്റ വിസിൽ വെക്കും. അടുപ്പത്ത് വെക്കാന്ന് വെച്ചിട്ട് അറിയോ, അവിടെ വെള്ളമൊക്കെ ആവുകൊണ്ടേ നനവല്ലേ. അപ്പോൾ അവിടെ വെക്കണ്ട വെച്ചിട്ടാ. കത്തി പിടിച്ച് കെട്ടുമ്പോഴേക്കും പിന്നെ നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ അത് പുക ചോദിച്ചിട്ടും വയ്ക്കില്ല. ഇതാകുമ്പോൾ പിന്നെ പുക ചോദിക്കൊന്നുമില്ല, പെട്ടെന്നാവും. ഇപ്പോൾ എങ്ങനെ വെച്ചിട്ടാ ഈ ഒരു മഴ ഉണ്ടായ ശേഷേ എന്നും ഇപ്പോൾ ഗ്യാസുമ്മ തന്നെ വെക്കല്. രാവിലെ ഞാൻ പറഞ്ഞില്ല 4 മണി 4:15 നീക്കുമ്പോൾ ഒക്കെ അവിടെ വെള്ളം നല്ല പെയ്യലാവും കേട്ടോ. അപ്പം ഞാൻ തീ പിടിപ്പിക്കാനും നിൽക്കില്ല. വേഗം നമ്മൾ റൈസ് കുക്കറിൽ ഇറക്കിയിട്ടും ചോറ്. എന്നാൽ പിന്നെ ഞാൻ 40 പൂവാറാകുമ്പോഴേക്കും ഒന്ന് വേവ് കിട്ടും ചോറ്. പിന്നെ കറികളൊക്കെ ഉണ്ടാക്കും. ഇതിപ്പോൾ ഗ്യാസ് നിറയ്ക്കാറായിരുന്നു. ഒരു 2 കുറ്റിയുണ്ട്, പക്ഷെ എപ്പോഴും ഒരു കുറ്റിയേ നിറയ്ക്കുള്ളൂ. അതാവട്ടെ വെച്ചിട്ട് നിൽക്കും. തേങ്ങ ഇട്ടിട്ട് തേങ്ങയ്ക്കൊക്കെ ഇപ്പോൾ നല്ല വില ഇവിടെ കിട്ടാൻ. നമുക്ക് തെങ്ങൊന്നുമില്ല, അതുകൊണ്ട് പാടാണ്. ഒരെണ്ണം മേടിക്കണമെങ്കിൽ തന്നെ 30 രൂപയും കണ്ട് കൊടുക്കണം. ജീരകമില്ലേ, നമ്മുടെ ചെറിയ ജീരകം, അതിട്ടു. അതുപോലെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ, ചെറുള്ളിയും വെളുത്തുള്ളിയും ഇട്ടു. ഇത് നല്ല പോലെ അരച്ചിട്ടെ കാണണമെന്നില്ല, ഞാൻ പറഞ്ഞില്ലേ അരപ്പ് അമ്മ നീ എതിർക്കണ്ട കേട്ടോ. തിരുമ്പിയിട്ടൊന്നും ഇല്ല കേട്ടോ. വന്നാൽ ഒന്ന് കിടന്നാൽ നല്ലൊരു ഉറക്കുറങ്ങും. തിരുമ്പാണ്ട് എന്നിട്ട് തറവാട്ടിലൊക്കെ പോകണം വിചാരിക്കണ്ടേ. കുറേ പോയി. മറ്റേ ഞാൻ ഞായറാഴ്ച ദിവസങ്ങളിലായിട്ട് പോകാറ്. അപ്പോൾ പ്രാവശ്യം തടയാത്ത തടയണില്ല. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യുക, കുറച്ച് കുരുമുളക് പൊടി. നമ്മളെ ഐറ്റമിന് കുരുമുളക് പൊടി കിട്ടില്ലല്ലോ, ഒത്തിരി ഇട്ടുണ്ട്. കൂടി ഇട്ടു. പിന്നെ അരച്ച തേങ്ങയില്ലേ, തേങ്ങയ്ക്കൊക്കെ നല്ല വില, അതുകൊണ്ട് അതൊന്നും വേസ്റ്റ് ആക്കരുത്. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടേ. ചക്ക എന്താ പറയുക വെച്ചിട്ടാ, നാളേക്കും കൂടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ
പഴുക്കും. കാരണം ഇങ്ങനെ വെന്ത് വരുമ്പോഴേ നമുക്കൊരു മണം വരില്ലേ, ഒരു ചെറിയൊരു പുളിപ്പിൻ്റെയൊക്കെ അങ്ങനെ ഒരു മണം വരുന്നുണ്ട്. കണ്ടോ നല്ല പോലെ വന്നിട്ടുണ്ട്, എല്ലാം വന്നിട്ടുണ്ട്. ഇതൊന്നും ഇങ്ങോട്ട് തള വരുമ്പോഴേക്കും വാങ്ങും. എന്താ പറയുക, കുക്കറിൽ ഇരിക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആയി കിട്ടും, കട്ടയാകുമല്ലോ. അപ്പോൾ കുറച്ച് ലൂസാക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി. തണുക്കുമ്പോൾ എന്തായാലും ഇതാവും. പിന്നെ ഇതേപോലെ കേട്ടോ ചക്കയുടെ ഒരു പ്രാന്താട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതേപോലെ രാജേട്ടൻ്റെ അമ്മയ്ക്ക് അങ്ങനെ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ അമ്മ പറയും ചക്കൂട്ടാൻ വെച്ചാൽ ഇനി ഓർക്കും പറയും. ചിലപ്പോൾ നാളെ അപ്പൂരിട്ട് കൊടുത്തപ്പോൾ പറഞ്ഞാൽ അവിടെ ഉണ്ട് കണ്ടോ കൊണ്ടുവന്നു. അങ്ങനെ അപ്പം ഇതൊന്നും ഉണ്ടാക്കുമ്പോൾ തറവാട്ടിലേക്കും പോകുന്നു. അപ്പം കുറച്ച് അമ്മയ്ക്കും കൊടുക്കാം. ഇനി പക്ഷേ പച്ചച്ചക്കയൊന്നും കിട്ടില്ല നമുക്ക്, കാരണം ഇപ്പോൾ പഴുക്കാൻ തുടങ്ങിയില്ലേ. അപ്പം അതിൽ കുറച്ച് പോകുമ്പോൾ എന്നാൽ അവിടെ അമ്മേനെ ഉള്ളൂ, ഇളയിച്ചൊന്നുമില്ല, അവരൊക്കെ വിരുന്ന് പോയതാണ്. ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, സ്കൂൾ തുറക്കേണ്ട സമയമാകുമ്പോഴേക്കന്നെ വരുള്ളൂ. ഇതായിട്ട് വാങ്ങിച്ച് ചായ ഉണ്ടാക്കി വെച്ചപ്പോഴേക്കും കട്ട ചൂടോടെ. തണുത്താൽ പിന്നെ വലിയ രസമല്ല. വെളിച്ചെണ്ണ കേട്ടോ, വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയല്ലേ. അപ്പോൾ കുറച്ചീശ് എടുത്താൽ മതി പറഞ്ഞു. രാജേട്ടൻ ഇന്നലെ കൊണ്ടുവന്നിട്ട് പറയണേ വെളിച്ചെണ്ണ കണ്ട് പെരുമാറിയാൽ മതിയെന്ന്. വെളിച്ചെണ്ണ ഇല്ലാണ്ട് എന്താ നടക്കുക? കൂട്ടാനൊക്കെ ഉണ്ടാക്കുമ്പോൾ ശരിക്കും വെളിച്ചെണ്ണയിൽ വേണം, ഓയിലൊന്നും അതിൽ രസം കിട്ടില്ല. ഓഫ് ചെയ്യാം. കരിയിടും. പൊരിക്കാം. അപ്പം നമ്മുടെ ചക്കക്കൂട്ടാൻ റെഡി ആയിട്ടോ. രാജേട്ടനെ വിളിച്ചിട്ടില്ല, ഇതും കൂടെ ആയിട്ട് വിളിക്കാം. അല്ലെങ്കിൽ നീറ്റ് കഴിഞ്ഞാലേ എന്തെങ്കിലും ഉണ്ടോ വയ്ക്കും. എന്നപ്പം ഞാൻ പ്രത്യേകിച്ചൊന്നുമില്ല, എന്ന് ചക്ക ഉണ്ടല്ലോ അറിഞ്ഞിട്ടേ ചക്കക്കൂട്ടാൻ മതിയായിരുന്നു. അല്ലെങ്കിൽ ഉറങ്ങിക്കഴിയുമ്പോൾ നമുക്കൊരു പ്രത്യേക വിശപ്പാണ്. അപ്പം എന്താ വെച്ചിട്ടാ എന്തെങ്കിലുമൊക്കെ വേണം. അപ്പം ഇത് അവിടെ കൊണ്ടുവയ്ക്കട്ടോ, അവിടെ ഹാള് കൊണ്ടുവയ്ക്കാമല്ലോ, നേരത്ത് ഹാള് കൊണ്ടുവയ്ക്കാം. ഇവിടെ നിന്ന് കളിക്കില്ല. നമ്മുടെ ചക്കക്കൂട്ടാനും ചായ, കട്ടൻ ചായ. നമ്മളിപ്പോൾ എന്തൊക്കെ കടികൾ ഉണ്ടാക്കിയാലും ഇതിൻ്റെ രസം കിട്ടില്ല. എനിക്കിതിങ്ങനെ ചക്കക്കൂട്ടാൻ വെച്ചാൽ ഉച്ചയ്ക്കും 4 മണിക്കും ഒക്കെ ഞാൻ കഴിക്കും. അപ്പം ഞാൻ ചക്കക്കൂട്ടാൻ കഴിക്കുകയാണ്. തറവാട്ടിലും കൂടെ ഒക്കെ പോകണം കഴിക്കട്ടോ. ചാടിക്കൽ കഴിഞ്ഞിട്ടോ. അപ്പം എന്തായാലും ഇന്നത്തെ വിശേഷമാകുമ്പോൾ നമുക്ക് എല്ലാവരും ഉൾപ്പെടുത്താൻ വിചാരിച്ചു. ഇത് എന്തിനറിയോ, കറിവേപ്പില അപ്പുറത്ത് വീട്ടിൽ പറിച്ചു പോകണ്ട. ഞാൻ കുറേ ആയിട്ടോ എണ്ണ കാച്ചിച്ചിട്ടേ, എണ്ണ കാച്ചലില്ല അവിടെ കേട്ടോ. ഞാൻ കറിവേപ്പില ഞാനൊരു യൂട്യൂബിൽ തന്നെ തോന്നുന്നു ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ, കുറേ കൊല്ലം മുന്നേ കണ്ടതാണ്. അങ്ങനെയാണ് തോന്നുന്നു, ഓർമ്മ ശരിക്കില്ല. അപ്പം ഞാനത് എണ്ണ കാച്ചാനേ അങ്ങനെ ഞാൻ ഇവിടെ ഇങ്ങനെ കാച്ചി വെച്ചാൽ കേട്ടോ. വെളിച്ചെണ്ണ കിട്ടുമ്പോൾ അങ്ങനെ കാച്ചി വയ്ക്കും. ഇത്രയും കറിവേപ്പില എടുത്ത് കുറച്ച് വെളിച്ചെണ്ണയുള്ളൂ, കൊണ്ട് കാച്ചിട്ടാക്കണേ ഉള്ളൂ. കുറച്ച് ചെറുള്ളി അമ്മയോട് ഉണ്ടാകുമ്പോൾ അത്രയും ഉണ്ടാക്കി വെച്ചോളൂ, അത്രയും ഉണ്ടാകും. അത് ആ കണ്ണിന് വേവിച്ചിലായിരിക്കും ഉള്ളി കൂടിയിട്ടുണ്ടെങ്കിൽ. ഇത്ര മതി. ചെറിയ ഉള്ളി എടുക്കുക. പിന്നെ അതേപോലെ അതിലേക്ക് വേണ്ടെന്ന് അറിയോ, ഉലുവ നമ്മൾ തണുപ്പാണ്, ആ ഉലുവയിട്ട് പറ്റിട്ട് മിക്സിയിൽ ഒന്ന് ഇങ്ങോട്ട് ചപ്പ് പൊടിച്ചെടുക്കട്ടെ. വെള്ളമൊന്നും കൂട്ടണ്ട. അത് പറഞ്ഞോട്ട് രാജേട്ടനോട് പറയണം. ഇതെന്താ നമ്മളത് ഇത്ര ചതച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കുറേ ആഴ്ചപ്പോൾ ശ്രദ്ധിക്കലില്ല. മറ്റേ മുടി നമ്മളെന്തെങ്കിലുമൊക്കെ ഇടയ്ക്കൊക്കെ ശ്രദ്ധിക്കുന്നതാണ്. അതിന് കുറേ മുടിയൊന്നുമില്ല, എന്നാലും ഉള്ള മുടി നമ്മളൊന്ന് ശ്രദ്ധിക്കാച്ചിട്ട്.
കണ്ണരിയ. അപ്പം ഇങ്ങനെ കാച്ചലായിരുന്നു. അപ്പം അമ്മൂട്ടി പറയില്ല, അമ്മ ശ്രദ്ധിക്കണില്ല എൻ്റെ മുടി പറഞ്ഞിട്ടേ. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് വില കാരണം ഇപ്പം പറഞ്ഞില്ലേ ഒന്നും ഉണ്ടാക്കലില്ല. അപ്പം കുറച്ച് വെളിച്ചെണ്ണ കിട്ടിയിട്ടുണ്ട്. കുറച്ചേ തറവാട്ടിന് അമ്മ നന്നാട്ടോ. പിന്നെ ഇരിക്കണില്ല, നോക്ക് മാത്രം. ഞങ്ങളൊക്കെ പിന്നെ മറ്റേ തേച്ചാലും നോക്ക് മാത്രം കുറച്ചെടുത്തേക്കാം. പിന്നെ താരം നല്ല പോലെ ഉണ്ടാവും. നമ്മൾ ഈ ചെറുള്ളി ഇട്ട താരം പോകും കേട്ടോ. കണ്ണരിയ ആ ഉള്ളിയുടെ അരിവ്. അപ്പോൾ നല്ലപോലെ തേച്ചതായി കൊടുത്താൽ ആ താരൻ്റെ അത് പോകും. ശരിക്ക് നമ്മുടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലൊക്കെ ഉണ്ട് എണ്ണ ആഴ്ചയാണ്. ഇവിടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയൊന്നും ഇല്ല. അപ്പം ഞാനിങ്ങനെ ആഴ്ച ഇങ്ങനെ തന്നെ ഞാൻ ചെയ്യല് കേട്ടോ. കുറഞ്ഞോ ഞാൻ ഒറ്റ കുറഞ്ഞോ? ഇത് മതിയോ? കുറച്ച് മതിയോ? കുറച്ചും കൂടെ എടുക്കാം. ഇവര് ഇനി എന്ന് ഞാൻ വിചാരിക്കും കേട്ടോ. കടയിൽ നിന്നൊക്കെ നമ്മൾ 500 1/2 ലിറ്റർ അങ്ങനെയൊക്കെ കൊണ്ടുവരിക. അപ്പം അതിന് കുറച്ചിട്ട് ഉണ്ടാക്കാൻ വിചാരിക്കും. പിന്നെ അത് കഴിയലാണ്. അതെന്നെ അപ്പോഴൊക്കെ അവിടെ ഒരാൾ വന്നു. അത് പോയപ്പോഴേക്കും എണ്ണ കരിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഇല്ല, ഇനിയിപ്പോൾ ഒരുപാട് വേറെ പണികളുണ്ട് കേട്ടോ. ഇപ്പം ചായ പരിപാടി കഴിഞ്ഞുള്ളൂ. ഇനി തിരുമ്പിയിട്ട് ഇടാൻ സ്ഥലമൊക്കെ പുറത്ത് കൊടുക്കണം. വെള്ളം ഒന്നും നമ്മൾ വറ്റുമ്പോൾ നമ്മൾ ഉള്ളിലൊക്കെ കൊണ്ടുവന്നിടും. അല്ലാണ്ട് ഈ ഇങ്ങനെ മഴ പെയ്യുമ്പോഴേ ഈ 2 ദിവസം കൂടെ ഉണ്ട് പറയുന്നുണ്ട് മഴ. അന്ന് ഞാൻ പുഴയെ കാണിച്ചെന്നുണ്ടായിരുന്നു. അതിപ്പോൾ അതിലും കൂടിയിട്ടുണ്ട് കേട്ടോ വെള്ളം വന്നിട്ടേ. പണികൾ തന്നെ. ഇനി തിരുമ്പൽ കഴിഞ്ഞിട്ട് ചോറ് പിന്നെയും വെക്കണം, കറി വെക്കണം, ഒക്കെ പണിയുണ്ട്. ഇന്നിപ്പോൾ എന്താ വെച്ചിട്ട് രാവിലെ വെറുതെ പരിപ്പും തക്കാളിയും കൂടെ മുളക് പൊടി വെക്കരുത്. മീനൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ. അപ്പം ഇനി വൈകുന്നേരത്തേക്ക് ഇനി എന്തെങ്കിലും ഉണ്ടാകണം. അപ്പോൾ പച്ചമീനും കിട്ടാറില്ല. അപ്പോൾ ഈ പണികൾ തന്നെ. അതിൻ്റെ ഇടയിൽ ചോറ് എന്തെങ്കിലും കുറച്ച് വെച്ചിട്ട് ഇറക്കി വെച്ചിട്ട് വേണമെങ്കിൽ തറവാട്ടിൽ പോകാൻ. വന്നാൽ പിന്നെ എന്തെങ്കിലും കറി എന്തെങ്കിലും വെച്ചാൽ മതി. ഇപ്പം ആർക്കും വലിയ വിശപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ചക്കക്കൂട്ടാനാണ് കഴിച്ചുകൊണ്ടേ. അത് നമ്മൾ ഓക്കെ എൻ്റെ കണ്ണെടുക്കല്ലേ, തുറന്നോക്കട്ടെ. അപ്പം ഇതായിട്ട് നമ്മളതേ ഈ ഇൻ്റാര്യത്തിൻ്റെ ചട്ടി ആകുമ്പോഴേ ഇനി ഇരുന്നിട്ട് വീണ്ടും ഇതാവും ചൂടാറട്ടെ. മറ്റേ ഇതുണ്ടാകുന്നൊരു മിനിറ്റേ. അതെ, എണ്ണ കാച്ചാൻ വേണ്ടി കൊണ്ടുവന്ന സാധനങ്ങളാട്ടോ. പക്ഷേ എങ്കിൽ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഇതൊക്കെ എന്ത് സാധനം ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഇത് രാജേട്ടനന്ന് നല്ല മണമൊക്കെ കിട്ടും. മുതുർശിന്ന് കൊണ്ടുവന്നതാണ് എണ്ണ കാച്ചാനുള്ള വൈദ്യര കടയിൽ നിന്ന്. അതുപോലെ കരിഞ്ജീരകം ഉണ്ട്. അത് കുറഞ്ഞ് എടുത്തിട്ടേ ഉണ്ട്. അത്ര എടുത്തിട്ട് നമുക്കിതിലേക്ക് ഇടാം. കാച്ചി വെച്ചത് ഇങ്ങനെ ഇടാം. അതുപോലെ നമുക്ക് എന്താ മറ്റേ സംഭവമല്ലേ പച്ചക്കർപ്പൂരം ഞാൻ പൊട്ടിടലുണ്ട്. കാരണം അത് ഉള്ളിയെ കൂടുമ്പോൾ ഉള്ളിയുടെ മണം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, വല്ലാണ്ട് അങ്ങോട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ഇത്ര പോന്ന് പൊട്ട് ഇത് പൊട്ടണം. അതും അതിലിട്ടു. എന്നിട്ട് ഒന്ന് ചൂടാറി നല്ലോണം ചൂടാറായിട്ട് പൊട്ടില്ല. എന്നിട്ട് പേരെന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എന്തെങ്കിലും കാച്ചിട്ടില്ല അത് വെച്ചിട്ട്. എന്തോ ഒരു പേരൊന്ന് പറഞ്ഞു, പക്ഷെ എനിക്ക് മനസ്സിലായി. അവിടെ ഇരിക്കട്ടെ. നീ ഇവരൊക്കെ വരുമ്പോഴേ അമ്മയൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ ചോദിച്ചൊക്കെ എന്തായാലും പേര്. അപ്പം എനിക്കിത് റെഡിയായി. ഞാൻ വേഗം തിരുമ്പട്ടെ. രണ്ടെണ്ണം തിരുമ്പിരട്ടെ കേട്ടോ. തറവാട്ടിലേക്കും കൂടെ ഒന്ന് പോയിട്ട് വരാച്ചിട്ടേ. അമ്മ പോയിട്ടുണ്ട്. ഞങ്ങൾ 4 ആളോടെ സ്കൂട്ടിയിൽ അമ്മ നമുക്ക് 4 ആൾക്കും കൂടെ പോകാൻ പറ്റില്ല. അപ്പോൾ അമ്മൂനെ ആദ്യം അപ്പം കൊണ്ടാക്കി. അപ്പം ഇനി പോട്ടെ വെച്ചിട്ടേ ഇത്തിരി ചക്കക്കൂട്ടാൻ അമ്മ കൈ പിടിച്ചിട്ടുണ്ട്. വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പം ഇതുകൊണ്ട് പോയിട്ട് വരാം. ചോറ് ഞാൻ ഗ്യാസിൽ നിന്ന് ഇറക്കി വെച്ചു. പിന്നെ സമയം 6 മണി കഴിഞ്ഞു. ഇങ്ങനെ പോയി വീട്ടിലൊക്കെ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. ഞായറാഴ്ച ദിവസങ്ങളിലായിട്ട് പോകല്.
പ്രാവശ്യം അങ്ങനെ പോകാൻ പറ്റില്ല. പിന്നെ അപ്പം മഴ ഇറങ്ങുമ്പോൾ നല്ല മഴയല്ലേ. അപ്പോൾ കുറച്ചൊരു തക്കുണ്ട്. അപ്പം ഒന്ന് പോയിട്ട് പോകും. ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ഉണ്ടോ? 4 കിലോമീറ്ററൊക്കെ ഉണ്ട്. 4 ഉണ്ടാവും തറവാട്ടിലേക്ക്. അപ്പോൾ അവിടെ പോയിട്ട് വരാം. ഞങ്ങൾ തറവാട്ടിലെത്തിയിട്ടോ. നമ്മളുടെ നാമചൊല്ലാണ്. അവിടെ നാമചൊല്ലാണ്. പിന്നെ അച്ഛനും ഉണ്ട്. അപ്പോൾ പോകണ്ട. നല്ല സൂപ്പർ ചായ ഉണ്ടാക്കിയതാട്ടോ. അനിയൻ്റെ കുട്ടി ഉണ്ടാക്കിയത്. ഇപ്പോൾ രസമുണ്ടോ വലിയ ചായ നല്ല സൂപ്പറാണ്. ഇവിടെ ഇളയിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ചക്കക്കൂട്ടാനേ ഇവിടെ ഉണ്ടോ? ചക്കക്കൂട്ടാനേ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ. ആ ചെറിയ കഷ്ണമായിരുന്നില്ലേ. അപ്പോൾ ചായ അടിക്കാം. നമ്മളിപ്പോൾ ഇവിടെ പോകേണ്ടതെന്ന് വെച്ചിട്ടാ ഇവിടെ അടുത്ത് തന്നെ ഇവിടെ റേഷൻ കട അവിടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ വൈകിട്ട് 7 മണിക്ക് എത്തുക. അപ്പോൾ വന്നിട്ടേ ഉള്ളൂ. കുറേ ദിവസമായി കണ്ടിട്ട്. അപ്പോൾ ചെറിയ ആളില്ല കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞ് വിരുന്ന് പോയിന്ന്. അപ്പം അമ്മ അച്ഛനേ ഉള്ളൂ. അപ്പോൾ ചായയും അപ്പോൾ കട്ടൻ ചായയും ഞാനൊരു ചായ അവിടുന്ന് കുടിച്ചു. ഞാൻ പറഞ്ഞില്ലേ കട്ടൻ ചായ കിട്ടി കിട്ടുന്നുണ്ടാവും. ഞാൻ വേഗം കുടിക്കും. തണുപ്പല്ലേ ഇപ്പോൾ. അപ്പോൾ അതാ കട്ടൻ ചായ അമ്മ അവിടെ പോയിട്ടുണ്ട്. അപ്പോഴേ 7:30 ആയിട്ടോ സമയം. മഴ ചാറണമെങ്കിൽ ചെന്നിട്ട് കറി വെക്കണം. അപ്പം ഇനി പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ പറയണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.